ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിട്ടുപോയ എന്നുള്ളതല്ല, നമ്മുടെ മറ്റ് പല പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുള്ളത് കൊണ്ടും ചില തിരക്കുകളുള്ളതുകൊണ്ടും വീഡിയോ എടുക്കാതെ പോയൊരു സബ്ജക്റ്റാണ് നവകേരള സർവേക്കെതിരെ ഹൈക്കോടതിയിൽ നിന്ന് വിധിയുണ്ടായത്. നവകേരള സർവേ എന്ന് പറയുന്ന ഒരു സർവേ കേരള ഗവൺമെൻറ് നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ നടത്താൻ തീരുമാനിച്ചതിന് 20 കോടി രൂപ ചിലവ് വരും എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ആ 20 കോടി രൂപ ചിലവ് വരുന്ന പരിപാടിക്കെതിരെ അത് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയല്ല, പകരം പാർട്ടി പരിപാടിയാണെന്നും ഈ ഇലക്ഷനിൽ അവർക്ക് മുൻതൂക്കം ഉണ്ടാക്കാൻ വേണ്ടി ഇതിന് ഉപകരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലോഷ്യസ് സേബർ എന്ന് പറയുന്ന KSUവിൻ്റെ, അതായത് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് പരാതി കൊടുത്തു. കൂടാതെ അതിലുള്ള മറ്റൊരു ഭാരവാഹിയും കൂടി കൊണ്ടിട്ടാണ് കോടതിയിൽ ഹർജി കൊടുത്തത്. അപ്പോൾ ഈ രണ്ടുപേരും കൊടുത്തിട്ടുള്ള ഹർജിക്ക് അനുകൂലമായിട്ടുള്ള വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ നവകേരള സർവേ നടത്തരുത് എന്ന് കോടതി ഗവൺമെൻറ്റിനോട് ഉത്തരവിട്ടു. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ അഡ്വാൻസായി തന്നെ പറയുകയാണ്. ഈ ഉത്തരവ് വായിച്ചു നോക്കിയാൽ അങ്ങേയറ്റം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. മന്ത്രിസഭയുടെ അനുമതി മേടിച്ചില്ല, നിയമസഭയുടെ അനുമതി മേടിച്ചില്ല, അങ്ങനെ പല സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. പക്ഷേ അത് സുപ്രീം കോടതിയിലേക്ക് ഇപ്പോൾ അതിൻ്റെ അപ്പീലുമായി ഗവൺമെൻറ് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ അതിൽ ഉറപ്പായിട്ടും തന്നെ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മൾ ഇവിടെ കിടന്ന് ഹൈക്കോടതിയുടെ വിധി കിട്ടിയപ്പോൾ വലിയ സന്തോഷിക്കുകയും അതിൽ തുള്ളിച്ചാടുകയൊക്കെ ചെയ്ത നിരവധി മാധ്യമങ്ങളുണ്ട്. അവർക്കൊക്കെ തന്നെ തിരിച്ചടി കിട്ടാനാണ് സാധ്യത. കാരണം സുപ്രീം കോടതി അത് അനുവദിക്കാനാണ് സാധ്യത എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു നോക്കട്ടെ. ബാക്കി നമുക്ക് വിധി വരുമ്പോഴേക്ക് പറയാം. രണ്ടാമത്തത്, ഇതിൻ്റെ ഒരു ധാർമ്മിക വശം ആണ് ആളുകൾ ചർച്ച ചെയ്യുന്നത്. കാരണം ഇത് നിയമപരമായത് അനുമതി കിട്ടും എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് വലിയ സംശയമില്ല. കാരണം ഞാനതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നോക്കിയതാണ്. പക്ഷേ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും, കാരണം അല്ലെങ്കിൽ ഇനി വലിയ തോതിൽ ഞാൻ നോക്കിയത് മാത്രമല്ല, വലിയ അഡ്വക്കേറ്റ്സിൻ്റെയും വലിയ നിയമവിദഗ്ധരുടെയും ഒക്കെ ഉപദേശം തന്നെ സർക്കാരിന് കിട്ടിയിട്ടുണ്ടാവും. കാരണം അല്ലെങ്കിൽ ഇനി ഇതുമായി സുപ്രീം കോടതിയിലേക്ക് അവിടെ നിന്ന് കൂടി ഒരു തിരിച്ചടി കിട്ടിയാൽ അത് ഒന്നുകൂടി നാണക്കേടാവും, ഒന്നുകൂടി പ്രചരണത്തിനുള്ള പ്രതിപക്ഷത്തിനുള്ള ആയുധമാകും എന്നുള്ളത് അറിയാൻ പാടില്ലാത്ത പാർട്ടിയല്ല CPM. അതുകൊണ്ട് ഇതിന് അനുമതി കിട്ടാനാണ് സാധ്യത. പക്ഷേ ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇത്തരത്തിൽ PRD വകുപ്പിന് 4.5 കോടി മാത്രമേ അവരുടെ ഫണ്ടുള്ളൂ എന്നും 20 കോടി മുടക്കാനുള്ള വഴിയില്ല എന്നൊക്കെയാണ്. പക്ഷേ അത് ഗവൺമെൻറ് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേത്, ഇത് CPMൻ്റെ ഒരു പാർട്ടി പരിപാടിയാണെന്നും ഇതൊരു ഗവൺമെൻറ്റിൻ്റെ പരിപാടിയല്ല എന്നുമുള്ള വിമർശനമാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ മാഷ് തന്നെ ഈ സർവേ ഗവൺമെൻറ് ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പാർട്ടി മെമ്പർമാർക്കെല്ലാം സർക്കുലർ അയച്ചു എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ധാർമ്മികമായിട്ട് അയ്യോ അങ്ങനെ ചെയ്യാമോ, കാരണം ഇത് സർക്കാരിൻ്റെ പരിപാടിയല്ലേ, പാർട്ടിയുടെ പരിപാടിയല്ലേ എന്നൊക്കെ പറയാം. പക്ഷേ ഭരിക്കുന്നത് പാർട്ടിയാണെന്നും പാർട്ടിയുടെ നയങ്ങളനുസരിച്ചിട്ടാണെന്നും പാർട്ടിയുടെ ഐഡിയ അനുസരിച്ചിട്ടാണെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും വലിയ കഥയില്ല. ഏത് പാർട്ടികൾ ഭരിച്ചാലും അവരുടെ ആളുകളെ കൊണ്ട് തന്നെയായിരിക്കും. ഇപ്പോൾ NGO ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായിട്ടുള്ള സംഘടനകളെ കൊണ്ടും അവരുടെ ആളുകളെ കൊണ്ടുമൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള പല പരിപാടികളൊക്കെ നടത്തപ്പെടുക എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിലൊന്നും നമ്മളിപ്പോൾ കണ്ണടച്ചിരുട്ടാക്കുകയും അത്ര വിശാലമായിട്ടുള്ള വലിയ ധാർമ്മികത ഗവൺമെൻറ്റും പാർട്ടിയും ഒക്കെ സെപ്പറേറ്റായി നിന്നുകൊണ്ട് ഭരണം നടത്തുകയും ചെയ്യും എന്നൊന്നും നമ്മൾ വിചാരിച്ച് കളയരുത്. പാർട്ടിയുടെ പദ്ധതികളും പാർട്ടിയുടെ നയങ്ങളും ഒക്കെ തന്നെയാണ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഓരോ വീടുകളിലും ചെന്ന് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരാൾ സർവേ നടത്താൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ വലിയ ആക്സെപ്റ്റൻസ് കിട്ടുകയും അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഡാറ്റ ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുകയും അതിനനുസരിച്ച് സ്ട്രാറ്റജികളൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഗവൺമെൻറ് പറയുകയാണ്, ഞങ്ങൾക്കിത് അടുത്ത 2031 കേരളം എങ്ങനെ ആയിരിക്കണം എന്നറിയാനുള്ളൊരു സർവേ ആണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാതിരിക്കാനൊന്നും യഥാർത്ഥത്തിൽ ഒരു കോടതിക്ക് കഴിയുന്ന കാര്യമല്ല. കോടതിക്ക് പോലും പല പരിമിതികളൊക്കെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഞങ്ങൾ കേരളത്തെ അടുത്ത 5 കൊല്ലം കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കണമെന്നറിയാനും ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ അവരുടെ സംതൃപ്തി അറിയാനും കൂടാതെ ഇനി അവർക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നറിയാനും വേണ്ടിയിട്ടാണ് ഈ സർവേ നടത്തുന്നത് എന്നാണ് പറയുന്നത്. അതിന് പ്രതിപക്ഷം പറയുന്നൊരു കാര്യം, 2 മാസമല്ലേ സമയമുള്ളൂ, അതുകൊണ്ട് ഇനി അറിഞ്ഞാൽ പോലും ഇതൊന്നും നടത്താൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ അതിലൊന്നും കഥയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇത് ഇത്തരത്തിലുള്ളൊരു കാര്യം വളരെ പ്രോപ്പറായിട്ടൊരു സർവേ എടുക്കുകയും ഇനി ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഗവൺമെൻറ് ആണെങ്കിലും ഏത് ഗവൺമെൻറ് ആണെങ്കിലും അതിൻ്റെ ഡാറ്റകളെല്ലാം തന്നെ വലിയ ഗുണമായി തീരും ഏത് ഗവൺമെൻറ്റിനും എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ അത്തരത്തിൽ കേരളത്തിന് ഗുണമുണ്ടാകാൻ വേണ്ടി മാത്രമായിരിക്കും ഈ സർവേ നടത്തുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് കണ്ണടച്ചിരുട്ടാക്കാനൊന്നും ഞാൻ തയ്യാറില്ല. തീർച്ചയായിട്ടും ഇത് പാർട്ടിക്കും അതുപോലെ തുടർ ഭരണത്തിനുമൊക്കെയുള്ള സാധ്യതകൾ ആരായുക കൂടിയായിരിക്കും ഈ സർവേയും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, എന്തൊക്കെ തന്നെ വിമർശനം ഉന്നയിച്ചാലും ഈ വിമർശനത്തിൽ ഹൈക്കോടതി വിധിയെ അവർ വലിയ തോതിൽ ശ്ലാഘിച്ചാലും ഒക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ഇതൊരു രാഷ്ട്രീയമായ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആരോപണമായി ഉന്നയിക്കുകയും ഇതിനെതിരെ വലിയ രാഷ്ട്രീയമായിട്ടുള്ള പ്രചരണം നടത്തുകയുമാണ് UDFും അതുപോലെ കോൺഗ്രസും ഒക്കെ ചെയ്യേണ്ടിയിരുന്നത്. അല്ലാതെ അലോഷ്യസ് ഏബറും യൂത്ത് മറ്റേ KSUവിൻ്റെ മറ്റൊരു മെമ്പറും കൂടി നേരെ ഹർജിയുമായിട്ട് കോടതിയിലേക്ക് പോവുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. കാരണം കോടതിയിലേക്ക് പോയപ്പോൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് അവർക്ക് നേട്ടമുണ്ടായി, അനുകൂലമായിട്ടുള്ള വിധി കിട്ടി. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് സുപ്രീം കോടതി ചെല്ലുമ്പോൾ സുപ്രീം കോടതി സമ്മതിച്ചാൽ യഥാർത്ഥത്തിൽ പിന്നീട് ഗവൺമെൻറ് ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല, സുപ്രീം കോടതി കൂടി സമ്മതിച്ചതാണ് എന്ന് പറയുകയും പ്രതിപക്ഷത്തിന് ഒരു തിരിച്ചടിയാവുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും നമ്മൾ കോടതിയിലേക്ക് ഓടുകയല്ല വേണ്ടത്. ചില കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമായി ഉന്നയിക്കുകയും അത് പ്രചാരണത്തിന് വേണ്ടി കൃത്യമായി ഉപയോഗപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പ്രിംഗ്ലർ അഴിമതി എന്ന് പറയുന്ന ഒരു അഴിമതി തന്നെ രമേശ് ചെന്നിത്തലയോട് ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ കോടതിയിലേക്ക് ചെന്നപ്പോൾ കോടതി അത് അത്തരത്തിലുള്ള ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ അത് കുറേ നാളുകൾക്ക് ശേഷമാണ് സംഭവിച്ചത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇത് ഉടനെ തന്നെ ഇനി ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി കൂടി ഉണ്ടായാൽ ഇത് സ്ട്രാറ്റജിക്കായി തന്ത്രപരമായിട്ടുള്ള വലിയ പിഴവായിരിക്കും യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ അഡ്വാൻസായി ഇവിടെ പറഞ്ഞു വെക്കുന്നു. ബാക്കി വിധി വരുമ്പോൾ കാണാം.